ശരി തെറ്റുകളെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ പലപ്പോഴും സാഹചര്യത്തിനനുസരിച്ചോ വ്യക്തികൾക്കനുസരിച്ചോ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ചോ മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളുടെ ശരി വേറൊരാൾക്ക് തെറ്റാകാം. എന്നാൽ യഥാർത്ഥത്തിൽ ശരിയും തെറ്റും എന്നൊന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവയുടെ മാനദണ്ഡം എന്താണ്? ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഒരു രാജ്യത്തിൻ്റെ കെട്ടുറപ്പെന്നത് അവിടുത്തെ നിയമവ്യവസ്ഥയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ദൈവം തൻ്റെ ജനത്തെ ഒരു രാഷ്ട്രമായി രൂപപ്പെടുത്തുന്നതിൻ്റെ പ്രാഥമിക ചുവടുവെപ്പായിരുന്നു അവിടുന്ന് നൽകിയ വിശുദ്ധ നിയമങ്ങൾ. ദൈവത്തിൻ്റെ വിശുദ്ധിയും മനുഷ്യവർഗത്തോടുള്ള അവിടുത്തെ സ്നേഹവും കരുതലുമാണ് ഇതിലൂടെ വെളിപ്പെടുന്നത്. അതേസമയം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തിനും ദൈവമില്ല എന്നാകുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 10 പ്രമാണങ്ങളെക്കുറിച്ചുള്ള പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 10 കൽപ്പനകൾ എന്നാണല്ലോ പൊതുവെ ഇവ അറിയപ്പെടുന്നത്. 10 കൽപ്പനകൾ. മോശയിലൂടെ ദൈവം നൽകിയ 10 അടിസ്ഥാന കൽപ്പനകൾ ഗൗരവമായി എടുക്കാതെ അതിനെ ലംഘിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുവാൻ യാതൊരുത്തർക്കും കഴിയുകയില്ല എന്ന് ആരംഭത്തിൽ തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മൾ ജീവിക്കുന്നത് പുതിയ നിയമയുഗത്തിലായതുകൊണ്ട് ന്യായപ്രമാണം നമ്മൾക്ക് ബാധകമല്ല എന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. അത് തെറ്റാണ്. ദൈവം 10 കൽപ്പനകൾ കൊടുക്കുന്ന ഭാഗത്ത് ദൈവം പറഞ്ഞു, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ അവങ്കലുള്ള ഭയം നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടതിന് ദൈവം ഇറങ്ങി വന്നു എന്ന്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 20-ാം വാക്യം. ദൈവത്തെ യഥാർത്ഥമായി ഭയപ്പെടുന്നവനും മാത്രമേ ദൈവകൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കുവാൻ സാധിക്കുകയുള്ളൂ. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം നൽകിയ കൽപ്പനകൾ അനുസരിക്കാത്തവർ ദൈവഭയമില്ലാത്തവരാണ്. 10 കൽപ്പനകളിൽ ആദ്യത്തെ 9 കൽപ്പനകളും ബാഹ്യമായ ആചരിക്കപ്പെടേണ്ടവയായിരുന്നു. അത് അനുഷ്ഠിക്കാതെ ഇരുന്നാൽ മറ്റുള്ളവർക്കത് വേഗത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുമായിരുന്നു. ഉദാഹരണത്തിന്, ഒരുവൻ എന്തെങ്കിലും മോഷ്ടിച്ചാൽ മോഷ്ടിക്കപ്പെട്ട വസ്തുവും നഷ്ടം സഹിക്കേണ്ടി വന്ന വ്യക്തിയും മോഷണത്തിന് സാക്ഷ്യം വഹിക്കുന്നതാണ്. മോഷ്ടിച്ചവൻ പിടിക്കപ്പെട്ടാൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ അതിനകത്തെ 10ാമത്തെ കൽപ്പന ആന്തരികമായ ഒന്നാണ്. മോഹിക്കരുത്. അത് ഓരോരുത്തരുടെയും ഹൃദയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആത്മനിഷ്ഠമെന്ന് നമ്മൾ പറയത്തില്ലേ? ഒരുവൻ ഈ കൽപ്പന ലംഘിച്ച് മോഹിക്കുകയും അതേസമയം ദൈവഭക്തനെന്ന് പുറമെ നടിക്കുകയും ചെയ്തെന്ന് വന്നേക്കാം. കൽപ്പനകൾ നൽകിയ ദൈവം അത് അനുഷ്ഠിക്കുന്നവരുടെ ഹൃദയങ്ങളെ ശോധന ചെയ്തറിയുന്നവനാണ്. മറ്റാർക്കും കാണുവാനോ അറിയുവാനോ കഴിയാത്ത ചിന്തകളെ ശുദ്ധമായി സൂക്ഷിക്കുന്നവരാണ് യഥാർത്ഥ ദൈവഭക്തർ. അവരുടെ രഹസ്യ ജീവിതം പോലും അത്തരത്തിൽ വിശുദ്ധിയോടെ അവർ സൂക്ഷിക്കും. അവരാണ് വാസ്തവത്തിൽ ദൈവത്തെ ഭയപ്പെടുന്നത്. മനുഷ്യ മുൻപാകെ ചെയ്യുവാൻ മടിക്കുന്ന കാര്യങ്ങൾ ആരും കാണാത്തപ്പോൾ, അല്ലെങ്കിൽ ദൈവം മാത്രം നമ്മെ കാണുമ്പോൾ നാം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ ഭയമില്ല, മനുഷ്യനെ മാത്രം നാം ഭയപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥമില്ലേ? പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കൽപ്പനകളായാലും പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കൽപ്പനകളായാലും ശരി, ദൈവം ആഗ്രഹിക്കുന്നത് നാം ദൈവത്തെ ഭയപ്പെടണമെന്നത്രേ. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം വരെ നാം ചിന്തിച്ചല്ലോ. 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം മോശയിലൂടെ ന്യായപ്രമാണം നൽകുന്നത് നാം കാണുന്നു. ആദ്യമായി 10 കൽപ്പനകളാണ് നൽകിയത്. എന്നാൽ അവ ന്യായപ്രമാണത്തിൻ്റെ ഒരു ഭാഗം മാത്രമാകുന്നു എന്ന് മറക്കരുത്. യാഗപീഠത്തെ സംബന്ധിച്ച നിർദ്ദേശങ്ങളും ഇവിടെ നൽകിയിരിക്കുന്നു. ന്യായപ്രമാണവും യാഗപീഠവും ഒരുമിച്ച് പോകുന്നവയാണ്. മനുഷ്യൻ പാപിയാകുന്നു എന്നും
അവനൊരു രക്ഷകനെ ആവശ്യമുണ്ടെന്നുമുള്ള വസ്തുതയാണ് ന്യായപ്രമാണം വെളിപ്പെടുത്തുന്നത്. പാപപരിഹാരത്തിനായി രക്തം ചൊരിയേണ്ടതാണ്. രക്തം ചൊരിയണമെങ്കിൽ യാഗം നടക്കേണ്ടതുണ്ട്, മൃഗം കൊല്ലപ്പെടേണ്ടതുണ്ട്, അതിനൊരു യാഗപീഠം ആവശ്യമാണ്. നമുക്ക് നമ്മുടെ വീടുകളിൽ ബാത്റൂമിൽ ഒരു കണ്ണാടി വയ്ക്കാറുണ്ടല്ലോ. ആ കണ്ണാടിയെ നമുക്ക് ന്യായപ്രമാണത്തോട് ഉപമിക്കാവുന്നതാണ്. കണ്ണാടിയുടെ കീഴിൽ സാധാരണ മുഖം കഴുകുന്ന ഒരു വാഷ് ബേസിൻ വയ്ക്കാറുണ്ട് അല്ലേ? നിങ്ങൾ കണ്ണാടി കൊണ്ടല്ല മുഖം കഴുകി വൃത്തിയാക്കുന്നത്. കണ്ണാടി മുഖത്തുള്ള അഴുക്കുകളെ കാണിച്ചു തരിക മാത്രമാണ് ചെയ്യുന്നത്. വാഷ് ബേസിനിലെ ടാപ്പിൽ നിന്നും വരുന്ന വെള്ളമാണ് മുഖത്തെ ശുദ്ധീകരിക്കുന്നത്. അതുപോലെ നമ്മുടെ പാപത്തെ വെളിപ്പെടുത്തുന്ന കണ്ണാടിയാണ് ന്യായപ്രമാണം. അതിൻ്റെ കീഴിൽ നമ്മെ ശുദ്ധീകരിക്കുന്ന ഒന്നുണ്ട്. ഓർക്കുന്നില്ലേ ആ പ്രശസ്തമായ പരിചിതമായ ആ കീർത്തനം? ഇമ്മാനുവേൽ തൻ ചങ്കതിൽ നിന്നൊഴുകും രക്തം പാപക്കറ നീക്കുമതിൽ മുങ്ങിത്തീർന്നാലാരും. അതെ, ആ രക്തമാണ് വാസ്തവത്തിൽ നമ്മെ ശുദ്ധീകരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് വരാം. അതിപ്രധാനപ്പെട്ട ഒരധ്യായം. അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ദൈവം ഈ വചനങ്ങളൊക്കെയും അരുളി ചെയ്തു. അടിമ വീടായ മിസ്രൈം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. നിന്നെ മിസ്രൈമ്യ അടിമത്വത്തിൽ നിന്നും പുറപ്പെടുവിച്ച് കൊണ്ടുവന്നത് ഞാനാണെന്ന് ദൈവം പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം പറയുന്നു, ഞാൻ നിനക്ക് ന്യായപ്രമാണം നൽകുന്നു. ദൈവം പറയുന്നത് ഇസ്രായേൽ ന്യായപ്രമാണം ആവശ്യപ്പെടുന്നു. ദൈവം അവരുടെ യാചന അനുസരിച്ച് ആദ്യമായി അവർക്ക് 10 കൽപ്പനകൾ നൽകുന്നു. 10 കൽപ്പനകൾ പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വരും. അതിലൊന്നാമത്തേത് അവ പുത്തൻ സദാചാരമാകുന്നുവോ എന്നതാണ്. നിയമം നൽകപ്പെടുന്നതിന് വളരെ മുൻപ് തന്നെ പുത്തൻ സദാചാരം മനുഷ്യർക്കുണ്ടായിരുന്നു. വാസ്തവത്തിൽ ആദ്യമായി ദൈവത്തോട് മനുഷ്യൻ അനുസരണക്കേട് കാണിച്ച ഏദൻ തോട്ടത്തിലാണ് അതിൻ്റെ ആരംഭം. ദൈവം വെച്ചിട്ടുള്ള പ്രമാണത്തിനപ്പുറം തനിക്ക് പോകാമെന്നുള്ള മനുഷ്യൻ്റെ ചിന്ത. ജലപ്രളയത്തിന് മുൻപും പിൻപും പുതിയ ധാർമ്മിക ആചാരങ്ങൾ നിലനിന്നിരുന്നു. ഈ പുത്തൻ സദാചാരം നിലനിന്നിരുന്നു. ഇന്നത് പുതിയതല്ല. നാം വളരെ പുരോഗമിച്ച പാപികളാണെന്ന് നാം ചിന്തിക്കാറുണ്ട്. എന്നാൽ അത് ശരിയല്ല സുഹൃത്തെ. സാധാരണ പാപികളുടെ നിരയിലെ ഏറ്റവും അപരിഷ്കൃതരായ പാപികളാണ് നാം. ഇത് അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? 10 കൽപ്പനകൾ ദൈവത്തിൻ്റെ മാനദണ്ഡമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതിനെ കളിയായി കണക്കാക്കുവാൻ ആർക്കും കഴിയില്ല. അമേരിക്കയിലെ ന്യൂയോർക്ക് സംസ്ഥാനത്തുള്ള ബ്ലാക്ക്വെൽ ദ്വീപിൽ, ഇപ്പോൾ അത് റൂസ്വെൽറ്റ് ദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത്, അവിടെ കുറ്റവാളികളായി മരിച്ചവർക്കായുള്ള ഒരു ശ്മശാനമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് തെമ്മാടിക്കുഴി എന്ന് പറഞ്ഞിരുന്നത് പോലെ ഒരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ ഒരു ശവകുടീരത്തിൽ ഞാൻ ഇനിയും പറയുന്നത് പോലെയുള്ള ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിപ്രകാരമാണ്: തൻ്റെ സൃഷ്ടാവിനോട് മത്സരിക്കുകയും 10 കൽപ്പനകൾ പന്താടുകയും തൻ്റെ 35-ാം വയസ്സിൽ ഇഹലോകവാസം വെടിയുകയും ചെയ്ത ജോൺ സ്മിത്തിൻ്റെ ഭൗതികാവശിഷ്ടം ഇതാ ഇവിടെ. അവൻ്റെ അമ്മയും ഭാര്യയുമല്ലാതെ മറ്റാരും അവനായി വിലപിക്കുന്നില്ല. അവൻ സമാധാനത്തോടെ വിശ്രമിക്കട്ടെ. എങ്ങനെയുണ്ട്? ദൈവം നൽകിയ പ്രമാണങ്ങളെ അവഗണിച്ച ഒരു മനുഷ്യനെയാണ് ആ കല്ലറയിലെ എഴുത്ത് വെളിവാക്കുന്നത്. മോശയിലൂടെ ദൈവം നൽകിയ 10 അടിസ്ഥാന കൽപ്പനകൾ ലാഘവത്തോടെ കണ്ടതിന് ശേഷം ദൈവത്തിൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് പഠിപ്പിക്കുകയും ന്യായപ്രമാണത്താലല്ല രക്ഷിക്കപ്പെടുന്നതെന്ന് പ്രസംഗിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ അവഗണിക്കുന്നു എന്നാണ് അനേകരും ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ അത് ശരിയല്ല. ദൈവകൃപയെക്കുറിച്ച് പഠിപ്പിക്കുകയും വിശ്വാസത്താലുള്ള രക്ഷയെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാടുള്ളതുമായ
ഒരു വ്യക്തി ന്യായപ്രമാണത്തിൻ്റെ ശരിയായ സ്വഭാവം മനസ്സിലാക്കുന്നതാണ്. ഒരു സംശയമില്ല. ഈ പ്രശ്നം വിശുദ്ധ പൗലോസ് റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അവിടെ അദ്ദേഹം പറഞ്ഞു, ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് 10 കൽപ്പനകൾ ലംഘിക്കുകയും പാപത്തിൽ ജീവിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ട വ്യക്തിയല്ല എന്ന് ഉറപ്പാക്കുക. നിങ്ങൾ വാസ്തവമായി രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ഈ 10 കൽപ്പനകളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവഹിതം നിവർത്തിക്കാനുമൊക്കെ ആയിരിക്കും. അതിനാൽ ദൈവകൃപയുടെ പ്രസംഗകനായിരിക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തോട് ബഹുമാനവും ആദരവും കാണിക്കുന്ന ആയിരിക്കും. 119-ാം സങ്കീർത്തനം 97-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിൻ്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, ഇടവിടാതെ അതെൻ്റെ ധ്യാനമാകുന്നു. ന്യായപ്രമാണം എന്നാൽ എന്താണ്? ദൈവ മനസ്സിൻ്റെ തനി പകർപ്പാണ് ന്യായപ്രമാണമെന്ന് ഒരു പണ്ഡിതൻ അഭിപ്രായപ്പെട്ടത് കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ നോക്കുമ്പോൾ അത് ശരിയായ ഒരു നിർവചനമല്ല. മനുഷ്യൻ എപ്രകാരമായിരിക്കണമെന്ന കാര്യത്തിലാണ് ന്യായപ്രമാണം ദൈവ മനസ്സിനെ പ്രകടമാക്കുന്നത്. ന്യായപ്രമാണത്തിൽ കരുണയോ കൃപയോ ഒട്ടും തന്നെയില്ല. ന്യായപ്രമാണം വിശുദ്ധനായ ദൈവത്തിൻ്റെ വിശുദ്ധമായ ദൈവോദ്ദേശത്തിൻ്റെ പ്രകടനമാണ്. 19-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്ന, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു എന്ന്. നിങ്ങളിൽ നിന്ന് പൂർണ്ണതയാണ് ന്യായപ്രമാണം ആവശ്യപ്പെടുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത തികഞ്ഞ ഒരു സ്വഭാവ സവിശേഷത. എന്നാൽ ദൈവത്തിൻ്റെ മാനദണ്ഡപ്രകാരം ഉയർന്നിട്ടുള്ള ഒരു മനുഷ്യനെപ്പോലും നമുക്ക് കാണുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ ന്യായപ്രമാണം തികവുള്ളതാണ്. അതിനാൽ അത് പൂർണ്ണമായി അനുസരിക്കേണ്ടതത്രേ. ദൈവത്തിൻ്റെ ന്യായപ്രമാണം ശരിയായിട്ടുള്ളതാണ്. ശരി തെറ്റുകളെക്കുറിച്ചുള്ള നമ്മുടെ ചിന്താഗതി പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ വീഴ്ച സംഭവിച്ച മനുഷ്യരായതുകൊണ്ട് ഈ കാഴ്ചപ്പാട് പൂർണ്ണതയുള്ളതുമല്ല. ന്യായപ്രമാണം ദൈവത്തിൻ്റെ ഒരു വെളിപ്പാടാണ്. ദൈവം ശരിയും തെറ്റും തമ്മിൽ ദൈവത്തിൻ്റെ മാനദണ്ഡം അനുസരിച്ച് കൃത്യമായി വേർതിരിച്ചിരിക്കുന്നു. ഏതാണ് ശരിയെന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? അത് മനസ്സിലാക്കാൻ ഒരു ചിന്താക്കുഴപ്പത്തിൻ്റെയും ആവശ്യമില്ല. ശരിയെന്ന് പരിപൂർണനായ ദൈവം പറഞ്ഞിരിക്കുന്നതാണ് ശരിയായത്. എന്നാൽ സ്വാതന്ത്ര്യമോഹികളായ ഇന്നത്തെ തലമുറ പലപ്പോഴും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞ് ശരിയെ ചോദ്യം ചെയ്യുന്നു. അവർ ചോദിക്കുന്നു, മോഷ്ടിക്കുന്നതിൽ എന്താണ് തെറ്റ്? മോഷണം നടത്തുന്നതിൽ അവർക്ക് വിരോധമില്ല. എന്നാൽ കൊല ചെയ്യരുതെന്ന കൽപ്പന അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറ്റവാളികളെ മരണശിക്ഷയ്ക്ക് വിധിച്ച് കൊല്ലുന്നത് തെറ്റാണെന്ന് അവർ വാദിക്കുന്നു. ഈ ജനം എത്രയോ അസ്ഥിര ചിന്തയുള്ളവരാണ്. ന്യായപ്രമാണത്തെക്കുറിച്ച് എന്തുമാത്രം അജ്ഞതയാണ് അവർക്കുള്ളത്. കള്ളം പറയുന്നതോ മോഷ്ടിക്കുന്നതോ എന്തുകൊണ്ടാണ് തെറ്റായിരിക്കുന്നത്? കാരണം അവ തെറ്റാണെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. അതെ, അതാണ് വാസ്തവം. മനുഷ്യന് കൽപ്പന പാലിക്കുവാൻ കഴിയുമെങ്കിൽ ന്യായപ്രമാണം ഒരു മനോഹരമായ കാര്യമായിരിക്കും. എന്നാൽ ജയിലുകളും ഉയരമുള്ള മതിലുകളുടെ മുകളിൽ കുപ്പിച്ചില്ലുകളും വലിയ താഴികളും പൂട്ടുകളുമൊക്കെ വാസ്തവത്തിൽ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? നിങ്ങളൊരു ബാങ്കിൽ നിന്നും പണം കടമെടുക്കുമ്പോൾ 4 പേരുടെ ജാമ്യവും 10 പേപ്പറിൽ ഒപ്പിടേണ്ടി വരുന്നതും എല്ലാം എന്തുകൊണ്ടാണ്? എല്ലാവരും സ്വതവേ നിയമങ്ങളും പ്രമാണങ്ങളും പാലിക്കുമായിരുന്നെങ്കിൽ ഇത്തരം സന്നാഹങ്ങളുടെ ആവശ്യമില്ലായിരുന്നു. ഇതെല്ലാം തെളിയിക്കുന്നത് മനുഷ്യന് ന്യായപ്രമാണം പാലിക്കുവാൻ കഴിയുകയില്ല എന്ന വസ്തുത തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ വാക്ക് അവൻ കൊടുക്കുന്ന ഉറപ്പായി കരുതിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ
ഇന്നതിന് യാതൊരു സ്ഥാനവുമില്ലാതായി തീർന്നിരിക്കുന്നു. മനുഷ്യൻ്റെ വർത്തന രീതിക്കുള്ള മാനദണ്ഡമാണ് ന്യായപ്രമാണം. കള്ളം പറയുന്നതും മോഷ്ടിക്കുന്നതും വ്യഭിചാരം ചെയ്യുന്നതും എല്ലാം തെറ്റാണെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നതിനാൽ അവ തെറ്റ് തന്നെയാണ്. ന്യായപ്രമാണം ഒരിക്കലും സ്വയം നടപ്പിൽ വരുന്നില്ല. അത് നടപ്പിലാവുന്നു എന്നുറപ്പാക്കുവാൻ ന്യായപ്രമാണ ദാതാവിന് അധികാരം ഉണ്ടായിരിക്കേണ്ടതാണ്. ദൈവം മഹാശക്തിയോടെ തൻ്റെ നിയമങ്ങൾ നടപ്പിൽ വരുത്തുന്നു. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ഗുരുത്വാകർഷണ സിദ്ധാന്തം, ഗ്രാവിറ്റേഷൻ തിയറി, അതൊന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് സ്വയം മുകളിലേക്ക് പൊങ്ങുവാൻ കഴിയില്ല. ഇനി നിങ്ങൾ ഉയരത്തിലേക്ക് ഏതെങ്കിലും വിധത്തിൽ കയറിയാലും പിടിവിട്ടാൽ കഥ കഴിഞ്ഞു, താഴെ പോരും. കാരണം നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഗുരുത്വാകർഷണം നിലവിലുണ്ട്. അതിനെ മാറ്റിമറിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അതിനെ അതിജീവിക്കാമെന്ന് നിങ്ങൾ കരുതിയേക്കാം. എന്നാൽ മുൻപോട്ടുള്ള പോക്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയായിരിക്കും. സൗകര്യപൂർവം ഇടയ്ക്കൊക്കെ 10 കൽപ്പനകൾ ലംഘിക്കാമെന്നാണ് പലരും ചിന്തിക്കുന്നത്. രസകരമായ ഒരു കാര്യം എന്തെന്നാൽ, ഒരു നിയമമാകണമെങ്കിൽ അത് പ്രാബല്യത്തിൽ വരേണ്ടതാണ്. അതുകൊണ്ടാണ് യെഹെസ്കേൽ പ്രവചനം 18-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ദൈവം പറഞ്ഞത്, പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്ന്. നിയമം പ്രാബല്യത്തിൽ വരുത്തുകയും നിയമം ലംഘിക്കുന്നവൻ ശിക്ഷ അനുഭവിക്കേണ്ടതുമാണ്. ന്യായപ്രമാണവും കൃപയും ഒരു സംവിധാനമായി ചിന്തിക്കുന്ന വേറൊരു തെറ്റായ ചിന്താഗതിയുണ്ട്. എന്നാൽ അത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ന്യായപ്രമാണവും കൃപയും ഒരേ ഒരു സംവിധാനത്തിൽ കാണുന്നത് ന്യായപ്രമാണത്തിൻ്റെ അർത്ഥവും മഹത്വവും ഇല്ലാതാക്കുന്നതാണ്. ന്യായപ്രമാണത്തിൽ സ്നേഹം ഉൾക്കൊള്ളുന്നില്ല. ന്യായപ്രമാണത്തിൽ കൃപയുമില്ല. ന്യായപ്രമാണവുമായി കലരുന്നതോടെ കൃപയുടെ നന്മയും മഹത്വവും മനോഹാരിതയും നഷ്ടപ്പെടുന്നു. കൃപയും ന്യായപ്രമാണവും ഒന്നിച്ച് കെട്ടുമ്പോൾ പാപിയുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. മനുഷ്യൻ എപ്രകാരമായിരിക്കണമെന്ന് നിയമം ചൂണ്ടിക്കാണിക്കുന്നു. ദൈവം എങ്ങനെയുള്ളവനാണ് എന്നാണ് കൃപ വെളിപ്പെടുത്തുന്നത്. ന്യായപ്രമാണത്തിൻ്റെ മഹത്വം നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ദൈവം ആരാണെന്നും ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകൽച്ചയുമാണ് ന്യായപ്രമാണം വെളിപ്പെടുത്തുന്നത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ, ന്യായപ്രമാണത്തിന് കീഴിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ എന്ന് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നുണ്ട്. 10 കൽപ്പനയുമായി തുലനം ചെയ്ത് മനുഷ്യൻ കുറവുള്ളവനായി കണ്ടിരിക്കയാൽ ന്യായപ്രമാണം എന്തു പറയുന്നു എന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളെ മറ്റുള്ളവരുമായി തുലനം ചെയ്യരുത്. ഒരു ഉയർന്ന പർവ്വതത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന മനുഷ്യന് താഴെയുള്ളവരെ നോക്കി ഞാൻ നിങ്ങളെക്കാൾ ഉയർന്നവനാണെന്ന് പറയുക എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ ആ പർവ്വതത്തിനും മുകളിലുള്ള മറ്റ് കൊടുമുടികളിലോ ചന്ദ്രനിലോ അയാൾ എത്തിയിട്ടില്ല എന്നോർക്കണം. നമ്മൾ മറ്റൊരാളുമായി നമ്മെ താരതമ്യം ചെയ്യുമ്പോൾ തരക്കേടില്ലെന്ന് തോന്നിയേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ നിലവാരമനുസരിച്ച് നമ്മൾ എല്ലാവരും കുറവുള്ളവരാണ്. മറ്റുള്ള മനുഷ്യരുടെ ജീവിതങ്ങളുമായി നമ്മുടെ ജീവിതത്തെ താരതമ്യം ചെയ്ത് ആശ്വസിക്കുന്നത് നമ്മുടെ ജീവിതത്തെ പരാജയത്തിലേക്ക് തള്ളിവിടും. നാം മറ്റുള്ളവരുമായി നമ്മെ താരതമ്യപ്പെടുത്തുമ്പോൾ പലപ്പോഴും അവരുടെ കുറവുകളുമായിട്ടത്രേ നാം താരതമ്യപ്പെടുത്തുന്നത്. അവരുടെ ജീവിതത്തിലെ വിജയങ്ങൾ നാം അത്ര കണ്ട് ഗൗനിക്കാറില്ല. മനുഷ്യൻ ആരാണെന്നും ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള അകൽച്ച നികത്തുവാനുള്ള മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥയും ന്യായപ്രമാണം വെളിവാക്കുന്നു. റോമാലേഖനം 3:19 നാം വായിക്കുന്നത്, ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏത് വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. വീണ്ടും റോമർ 8:3 നാം വായിക്കുന്നു, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ അല്ലെങ്കിൽ സാധിപ്പാൻ
ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ന്യായപ്രമാണത്തിലല്ല, നമ്മിലാണ് കുറവുള്ളത്. എൻ്റെ പാപപങ്കിലമായ അവസ്ഥ വെളിപ്പെടുത്തുന്ന കണ്ണാടിയാണ് ന്യായപ്രമാണം. അനേകരും കണ്ണാടിയിൽ നോക്കിയിട്ട് തങ്ങൾക്ക് യാതൊരു കുറവില്ലെന്ന് ചിന്തിക്കുന്നു. ഒരു കഥ ഞാൻ കേട്ടിട്ടുള്ളത് പറയാം. പണ്ടൊരു രാജ്ഞി തൻ്റെ കണ്ണാടിയിൽ, വില കൂടിയ മുഖം നോക്കുന്ന കണ്ണാടിയിൽ നോക്കിയിട്ട് കണ്ണാടിയോടായി ചോദിച്ചു, കണ്ണാടി, ലോകത്തിലേക്കും സുന്ദരി ആരാണ്? അവളാകുന്നു ലോകസുന്ദരി എന്ന് കണ്ണാടി പറയണമെന്നത്രേ അവൾ ആഗ്രഹിച്ചത്. എന്നാൽ കണ്ണാടി സത്യം പറഞ്ഞു. അതായത് ആ രാജ്ഞിയല്ല ഏറ്റവും വലിയ സുന്ദരി, അവളേക്കാൾ സുന്ദരിമാർ ലോകത്തിൽ വേറെ ഉണ്ട് എന്ന്. ഇന്ന് അനേകം ആളുകൾ നമുക്ക് ലഭ്യമായ കണ്ണാടിയായ ദൈവവചനത്തിലുള്ള 10 കൽപ്പനകൾ നോക്കിയിട്ട് രാജ്ഞി ചോദിച്ച അതേ ചോദ്യം ചോദിക്കുന്നു. കണ്ണാടി, സകലരിലും സൗന്ദര്യം ആർക്കാണ്? ആ കഥയിൽ നിന്നുമുള്ള ഒരേ ഒരു വ്യത്യാസം, ഇവിടെ അവരവർ തന്നെ ഉത്തരവും പറയുകയാണ്. എന്താണ് ഉത്തരമെന്നറിയാമോ? ഓ, ഞാനാണ് ലോകസുന്ദരി അല്ലെങ്കിൽ ലോകസുന്ദരൻ. അവർ ചിന്തിക്കുന്നത് തങ്ങൾ ന്യായപ്രമാണം അതേപടി അനുസരിക്കുന്നു എന്നത്രേ. കൊല ചെയ്യരുത്, ഞാൻ ആരെയും കൊന്നിട്ടില്ല. വ്യഭിചാരം ചെയ്യരുത്, ഞാൻ ആ വഴിക്കെങ്ങും പോകാറില്ല. മോഷ്ടിക്കരുത്, ഞാൻ ആരുടെയും മോഷ്ടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എല്ലാവരേക്കാളും നല്ലവനാണ് അല്ലേ? ന്യായപ്രമാണം ഒരിക്കലും ഒരു മനുഷ്യനെ പാപിയാക്കുന്നില്ല. പിന്നെയോ മനുഷ്യൻ പാപിയാണെന്ന വാസ്തവം വെളിപ്പെടുത്തുക മാത്രമാണ് ന്യായപ്രമാണം ചെയ്യുന്നത്. ഒരു വ്യക്തിയെ ക്രിസ്തുവിങ്കിലേക്ക് നയിക്കേണ്ടതിനാണ് ന്യായപ്രമാണം നൽകിയിരിക്കുന്നത്. നമ്മുടെ കുറവുകളെ ബോധ്യപ്പെടുത്തുകയും നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മെ ക്രൂശിങ്കിലേക്ക് നയിക്കുകയും, കുഞ്ഞേ, നീ ഒരു പാപിയായിരിക്കുന്നത് കൊണ്ട് നിനക്കൊരു രക്ഷകനെ ആവശ്യമുണ്ടെന്ന് നമ്മളോട് പറയുകയും ചെയ്യുന്ന ശിശുപാലകനാണ് ന്യായപ്രമാണം. ഇനി നമുക്ക് ഈ 10 കൽപ്പനകളിൽ ചിലതൊന്ന് നോക്കാം. അതിൽ ആദ്യത്തെ 4 കൽപ്പനകൾ മനുഷ്യന് ദൈവവുമായുള്ള ബന്ധത്തെക്കുറിച്ചും 5 മുതൽ 10 വരെയുള്ള കൽപ്പനകൾ മനുഷ്യനുമായുള്ള ബന്ധത്തെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. ഞാൻ 4 വാക്യം വായിക്കട്ടെ. ഒരു വിഗ്രഹമുണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്. ആദ്യം തന്നെ പല ദൈവങ്ങളിലുള്ള വിശ്വാസം ദൈവം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഈ കൽപ്പനകളിൽ ഒരിടത്തും നിരീശ്വരവാദത്തിനെതിരായി കൽപ്പനയില്ല. കാരണം അവർ സൃഷ്ടിപ്പിനോടും ദൈവിക വെളിപ്പാടിനോടും ഇന്നത്തെക്കാളും അടുത്തായിരുന്നതിനാൽ അന്ന് നിരീശ്വരവാദികൾ ഉണ്ടായിരുന്നില്ല. ദാവീദ് രാജാവിൻ്റെ കാലത്താണ് ഈ നിരീശ്വരവാദികൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. അവരെ മൂഢന്മാർ എന്നാണ് ദാവീദ് വിളിച്ചിരിക്കുന്നത്. 14-ാം സങ്കീർത്തനത്തിലും 53-ാം സങ്കീർത്തനത്തിലും നാം വായിക്കുന്നത് ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്നാണ്. ഇന്ന് ഒരു നിരീശ്വരവാദി ഒരു കോളേജ് അധ്യാപകനോ ശാസ്ത്രജ്ഞനോ ബുദ്ധിജീവിയോ ഒക്കെ ആയിരിക്കാം. എന്നാൽ ആ വ്യക്തി മൂഢനാണെന്നാണ് ദൈവവചനം പറയുന്നത്. ദൈവവചനത്തിൽ കൂടിയുള്ള ദൈവിക വെളിപ്പാടിനെ അംഗീകരിക്കുവാൻ തയ്യാറാകാത്തത് കൊണ്ടും നാം നമ്മുടെ ഉൽപ്പത്തിയിൽ നിന്നും വളരെ അകലെ ജീവിക്കുന്നത് കൊണ്ടും ഇന്ന് അനേകം നിരീശ്വരവാദികളുണ്ട്. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത് എന്ന് ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. ആ കാലത്ത് ബഹുദൈവങ്ങളെ ആരാധിക്കുന്നത് സർവ്വസാധാരണമായിട്ടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അവർക്ക് ഇപ്രകാരമുള്ള ഒരു നിർദ്ദേശം നൽകിയത്. ഇന്നാകട്ടെ ഒരു ദൈവത്തെയും ആരാധിക്കാതിരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നിരീശ്വരവാദം എന്ന ചിന്ത പലരിലും ശക്തിപ്പെടുന്നുണ്ട്. എത്രമാത്രം വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കുക. റോമാലേഖനം 1-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ വിശുദ്ധ പൗലോസ് ഈ വിഷയത്തിൽ വളരെ വിശദമായി സംസാരിക്കുന്നു. അവൻ പറയുന്ന, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി.
അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിലേൽപ്പിച്ചു. ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. 4, 5, 6 വാക്യങ്ങൾ കൂടി നോക്കാം. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ അരുത്. നിന്റെ ദൈവമായ യഹോവയായി ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. ഈ ഭാഗം നമുക്കിന്ന് പ്രായോഗികമായിട്ടുള്ളതല്ല എന്ന് ചിലർ പറഞ്ഞേക്കാം. കൊലോസ് ലേഖനം 3:5 പറഞ്ഞിരിക്കുന്നത് അത്യാഗ്രഹം വിഗ്രഹാരാധനയാകുന്നു എന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സത്യദൈവത്തെക്കാൾ അധികം മറ്റെന്തിനെങ്കിലും പ്രാധാന്യം നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ദൈവമായി മാറും, വിഗ്രഹമായി മാറും. ചിലർ പണത്തെ ആരാധിക്കുന്നു, ചിലർ സ്ഥാനമാനങ്ങളെ ആരാധിക്കുന്നു, വേറെ ചിലർ പ്രശസ്തിയെ. നിങ്ങൾ എന്തിനു വേണ്ടി നിങ്ങളുടെ പണവും സമയവും ഹൃദയവും ആത്മാവും നൽകുന്നുവോ അതാണ് നിങ്ങളുടെ ദൈവം. അന്യ ദൈവങ്ങൾ നമുക്കുണ്ടായിരിക്കരുതെന്ന് ദൈവം പറയുന്നു. 7-ാം വാക്യം കൂടി നോക്കാം. നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥ എടുക്കരുത്. തൻ്റെ നാമം വൃഥ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല. 3-ാമത്തെ കൽപ്പന നാം ആരാധിക്കേണ്ട രീതിയെക്കുറിച്ചാണ് പറയുന്നത്. വളരെ കർശനമായൊരു വിലക്ക് നാം ഇവിടെ കാണുന്നു. ദൈവമായ യഹോവയുടെ നാമം വൃഥ എടുക്കരുത്. എങ്ങനെയൊക്കെയാണ് നാം സാധാരണ ദൈവനാമം വൃഥ എടുക്കാറുള്ളത്? 1, കപടഭക്തിയിലൂടെ ദൈവനാമത്തിലുള്ള പ്രഖ്യാപനവും എന്നാൽ പ്രഖ്യാപിക്കുന്നത് പോലെ ജീവിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് കപടഭക്തി. അതായത് പറച്ചിലൊന്നും പ്രവൃത്തി മറ്റൊന്നും. ക്രിസ്തുവിൻ്റെ നാമത്തിന് യോജിക്കുന്നത് പോലെ പേർ വിളിച്ചിട്ട് പാപത്തിൽ നിന്നും പിന്മാറാത്തവർ. 2-ാമതായി ഉടമ്പടി ലംഘനത്തിലൂടെയാണ് നാം ദൈവനാമം വൃഥ എടുക്കാറുള്ളത്. നാം ദൈവത്തോട് വാക്ക് പറഞ്ഞതിന് ശേഷം ദൈവത്തോടുള്ള നമ്മുടെ തീരുമാനങ്ങളെ പ്രാവർത്തികമാക്കാതിരുന്നാൽ നാം അവൻ്റെ നാമത്തെ വൃഥ എടുക്കുകയാണ്. 3-ാമതായി ആണയിലൂടെയാണ് നാം ദൈവത്തിൻ്റെ നാമം വൃഥ എടുക്കുന്നത്. പ്രത്യേക ഉദ്ദേശമൊന്നുമില്ലാതെ അല്ലെങ്കിൽ നല്ല ഉദ്ദേശത്തോടെ അല്ലാതെ ദൈവത്തിൻ്റെ നാമം ഉപയോഗിക്കുന്നത് ദൈവനാമം വൃഥ എടുക്കുകയാണ്. ദൈവത്തിനാണ് എന്ന് പറയാറില്ലേ? അതുപോലെ കള്ളസത്യം ചെയ്യുന്നതിലൂടെ ബൈബിൾ പിടിച്ചുകൊണ്ട് ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നത് തെറ്റാണ്. ദൈവത്തിൻ്റെ നാമം വൃഥ എടുക്കുന്നത് ദൈവദൂഷണമാണ്. ഈ കാലത്ത് ഇത് വളരെയധികമായി കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇന്നും ദൈവത്തിൻ്റെ കൽപ്പന ഇത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത് തെറ്റായിരിക്കുന്നത്? ദൈവം ദൈവമായിരിക്കിയാലും അവൻ വിശുദ്ധനായിരിക്കിയാലും അവൻ്റെ നാമം വൃഥ എടുക്കുന്നത് തെറ്റാണ്. മനുഷ്യൻ്റെ വാക്കുകളുടെ അപര്യാപ്തതയും ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എൻ്റെ പകുതിയിലധികം വാക്കുകൾ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് ഒരു വിശുദ്ധൻ പറഞ്ഞത് ഞാൻ വായിച്ചു. അതായത് കർത്താവിനെ അറിഞ്ഞ ഒരു വ്യക്തിക്ക് പഴയതുപോലെ എല്ലാം ഒന്നും സംസാരിക്കാൻ കഴിയുകയില്ല. അവൻ്റെ വാക്കിലും പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും പ്രകടമായ വ്യത്യാസം ഉണ്ടാവുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ കൽപ്പനകളോടുള്ള നമ്മുടെ സമീപനം എന്താണ്? തീർച്ചയായും ദൈവഹിതപ്രകാരം മുൻപോട്ട് പോകുവാൻ അത് നമ്മെ സഹായിക്കണം. അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പത്ത് കൽപ്പനകളുടെ ആദ്യ ഭാഗം മുഴുവൻ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രാധാന്യത്തിന് ഊന്നൽ നൽകുന്നതായിരുന്നു. ഒരു ദൈവ പൈതൽ പ്രാഥമികമായി ശ്രദ്ധിക്കേണ്ട വിഷയവും ഇതുതന്നെയാണ്. ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും പിന്നിലുള്ള യഥാർത്ഥ ഉദ്ദേശം കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നതാണ് വലിയതും ഒന്നാമത്തേതുമായ കൽപ്പനയെന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നത് അതിനോട് സമമായ രണ്ടാമത്തെ കൽപ്പനയെന്നും കർത്താവ് പഠിപ്പിച്ചു. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്നതായിരുന്നു അവിടുന്ന് അരുളി ചെയ്തത്.